ഈ വീഡിയോയിൽ കോൺഗ്രസിന്റെ വോട്ട് ചോരി ആരോപണം പോലെ തന്നെ സീറ്റ് ചോരി ആരോപണവും എങ്ങനെയാണ് പൊളിഞ്ഞത് എന്നുള്ള കാര്യം പറയാം. അതോടൊപ്പം നമ്മുടെ രാഹുൽ ഗാന്ധിയാണല്ലോ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി, മൂപ്പര് ഈ വോട്ട് ചോരി വിഷയത്തിൽ എടുത്തിട്ടുള്ള തട്ടിപ്പ്, അതിൻ്റെ നല്ല ഒന്നാം തരം ഒരു ഉദാഹരണവും തെളിവ് സഹിതം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം. അപ്പോൾ സ്ഥിരമായിട്ട് വടക്കേ ഇന്ത്യയിൽ എവിടെ തിരഞ്ഞെടുപ്പ് നടന്നാലും കോൺഗ്രസ് തോൽക്കാറുണ്ട്. ആ തോറ്റു കഴിയുമ്പോൾ അതിന് കാരണമായിട്ടൊരു എക്സ്ക്യൂസായിട്ട് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും എല്ലാവരും പറയാറുള്ളത് വോട്ട് ചോരിയാണ്. അറിയാമല്ലോ, അതിന് നമ്മുടെ ജനാധിപത്യ, മതേതര, പുരോഗമന, ഫാഷിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളും അതിന് കൂട്ടുനിൽക്കാറുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ഈ ഇന്ത്യയിലെ മതേതരത്വം കാത്തു സൂക്ഷിക്കാനായിട്ട് ഏറ്റവും മികച്ച പോരാട്ടം നടത്തുന്ന ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി, മീഡിയ വൺ. അപ്പോൾ അവരുൾപ്പെടെയുള്ളവർ സ്ഥിരമായിട്ട് ഈ വോട്ട് ചോരിക്ക് വലിയ പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ വലിയ പ്രചാരണം കൊടുക്കാറുണ്ട്, പ്രൊമോഷൻ കൊടുക്കാറുണ്ട്. രാഹുൽ ഗാന്ധി ഒരു പ്രസ് കോൺഫറൻസ് നടത്തും. അത് കേരളത്തിൽ ഓടിക്കുന്ന പരിപാടി ഏറ്റെടുത്തിരിക്കുന്നു മീഡിയ വൺ. എന്തായാലും നടക്കട്ടെ. ഈ വോട്ട് ചോരി ആരോപണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് കോൺഗ്രസിന്റെ കഴിവുകേട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കഴിവുകേട് മറച്ചു വെക്കാനുള്ള ഒരു പരിപാടിയാണെന്നുള്ള കാര്യം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ലോകത്തിൽ ഇത്രയും അധികം തിരഞ്ഞെടുപ്പ് തോറ്റിട്ടുള്ള ഒരു നേതാവ് ഉണ്ടാവില്ല രാഹുൽ ഗാന്ധിയുടെ അത്രയും. അല്ലെ, 2014 മുതൽ ഇങ്ങനെ തുടർച്ചയായിട്ട് തോറ്റുകൊണ്ടിരിക്കുക. ഈ തെക്കേ ഇന്ത്യയിലെങ്ങാൻ എന്തെങ്കിലും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് കോൺഗ്രസിന് എന്തെങ്കിലും ഒരു അല്പം ആശ്വാസം കിട്ടുന്നത്. പക്ഷേ ഇത്രയും തിരഞ്ഞെടുപ്പ് തോറ്റിട്ടും മൂപ്പരുടെ സ്ഥാനത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇടയ്ക്ക് ഞാൻ ഇനി പ്രതിപക്ഷ നേതാവല്ല, കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് മുൻവശത്തൂടെ ഇറങ്ങിപ്പോയിട്ട് പുറകുവശത്തൂടെ കയറി വന്നിട്ടില്ല. ഇപ്പോഴും കോൺഗ്രസിന്റെ ഡിഫാക്ടോ പ്രസിഡന്റ് ആരാ? രാഹുൽജി തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ നടക്കുകയാണ്. ഈ ആരാധകരെ പറ്റിച്ച് ഈ സ്ഥാനം കയ്യിലിരിക്കാൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പാണ് ഈ വോട്ട് ചോരി. കഴിവില്ലാത്ത നേതാവും കഴിവില്ലാത്തൊരു പാർട്ടിക്ക് ഒരു സംഘടനാ സംവിധാനം പോലുമില്ല. ഇവരുടെ ഊർജ്ജം മുഴുവൻ ഇവർ ചെലവാക്കുന്നത് BJP-യെക്കുറിച്ചും നരേന്ദ്രമോദിയെക്കുറിച്ചും നുണ പറഞ്ഞുണ്ടാക്കാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടി. അതിൻ്റെ പകുതി സമയം ഇവർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ ഈ സർക്കാരിൻ്റെ കുഴപ്പങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോരായ്മകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഇതിൻ്റെ പകുതി ഊർജ്ജവും സമയവും ചിലവഴിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സ്പേസും ചിലവഴിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എവിടെ 1 or 2 സീറ്റിലെങ്കിലും കെട്ടിവെച്ച കാശ് കോൺഗ്രസിന് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കിട്ടും. അത് കോൺഗ്രസ്സുകാരുടെ പ്രശ്നമാണ്, എൻ്റെ പ്രശ്നമല്ല, വിട്ടേക്കുന്നു. അപ്പം ഞാൻ പറയുന്നത്, ഈ വോട്ട് ചോരി എന്ന് പറയുന്ന പരിപാടി ഇതുപോലെ കൃത്യമായിട്ട് പലയിടത്തും പ്രസ് കോൺഫറൻസുകൾ നടത്തി രാഹുൽ ഗാന്ധി വിളിച്ചു പറയാറുണ്ട്. ഈ രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ഇവർ കേരളത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, മീഡിയ വൺ ഉൾപ്പെടെയുള്ളവർ ഈ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊന്നും വോട്ട് ചോരിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കറിയാമല്ലോ, ഈ പ്രസ് കോൺഫറൻസിൽ ഒരു പോക്കറ്റിൽ കൈയും തിരികെ കയറ്റി രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രസംഗം, അത് എന്തിനെക്കുറിച്ചാണ് സ്ഥിരമായിട്ട് പറയുന്നത്? ഒന്നാമത് ഏറ്റവും വലിയ അബദ്ധമായിട്ട് പറയുന്നത് എന്താണ്? ഒരു വീട്ടിൽ 250 പേര് താമസിക്കുന്നതായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ട്. ഒരേ അഡ്രസ്സ് കാണിച്ചിട്ട് 250 പേരുടെ പേരുണ്ട്. ശരിയാണ്, ഒരു വീട്ടിൽ എങ്ങനെയാണ് 250 പേര്? ഒരു മുറിയുള്ള വീട്ടിൽ എങ്ങനെ 250 പേര് താമസിക്കും? അതൊക്കെ ശരി തന്നെ. പക്ഷെ അതിൻ്റെ അർത്ഥം അവർ വോട്ട് മറിച്ചു അല്ലെങ്കിൽ അവർ വോട്ട് ചോരി നടത്തി എന്നാണോ? അവർ വോട്ട് തട്ടിപ്പ് നടത്തി എന്ന് അതിന് അർത്ഥമുണ്ടോ? അവർ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ട് പോലുമില്ല. വോട്ട് ചെയ്യാൻ പോകുന്നവരുടെ ഇലക്ടോറൽ റോളിൽ അല്ലെങ്കിൽ ഇലക്ടോറൽ ലിസ്റ്റിൽ വോട്ടർ പട്ടികയിലുള്ള പേര് ഒരേ അഡ്രസ്സിൽ 250 പേര്. അതൊരു പാകപ്പിഴയാണ്, സമ്മതിച്ചാൽ തന്നെ. അതുകൊണ്ട് വോട്ട് ചോരി നടത്തി എന്ന് തെളിയിക്കാൻ സാധിക്കില്ലല്ലോ. അതുപോലെ ഒരു പഞ്ചായത്തിലുള്ളവരുടെ മുഴുവൻ അച്ഛൻ്റെ പേര് ABC എന്നാണ്. ശരി, സമ്മതിച്ചു. അതുകൊണ്ട് അവർ വോട്ട് ചോരി നടത്തി എന്നർത്ഥമുണ്ടോ? അതുപോലെ വേറൊരു ഉടായിപ്പ് ആരോപണം ഉയർത്തിക്കൊണ്ട് വന്നതാണ്. ബ്രസീലാണെന്ന് തോന്നുന്നു, ഏതൊരു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രമായിരുന്നു ഒരു പഞ്ചായത്തിലുള്ള ആളുകളുടെ മുഴുവൻ ഇലക്ടോറൽ റോളിൽ അവരുടെ പേരിന്റെ അടുത്ത് ഒട്ടിച്ചിരുന്നത്. അതും പാകപ്പിഴയാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം വോട്ട് ചോരി നടത്തിയെന്നാണോ? വോട്ട് അട്ടിമറിച്ചു എന്ന് ഇതിലേതെങ്കിലും ഒരു ആരോപണം കൊണ്ട് തെളിയിക്കാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിനെല്ലാം വലിയ രീതിയിലായിട്ടുള്ള ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഈ പ്രൊമോഷൻ കൊടുക്കുന്നു. കേരളത്തിലെ മീഡിയ വൺ ഉൾപ്പെടെയുള്ളവർ കൊടുക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതാണ് വോട്ട് ചോരി. ഇനി ഇതായി പുതിയ സീറ്റ് ചോരി രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഉയർത്തിക്കൊണ്ടുവന്നു. എന്താണ് വിഷയം നിങ്ങൾക്കറിയാലോ? മധ്യപ്രദേശിലെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ്, അവിടുത്തെ നിയമസഭാ സാമാജികരുടെ എണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 3 സീറ്റ് ഈ തിരഞ്ഞെടുപ്പിന് വന്നത്, അതായത് ഒഴിവ് വന്നതിൽ 2 സീറ്റിൽ BJP-ക്കും 1 സീറ്റിൽ കോൺഗ്രസിനും ജയിക്കാം, MLA-മാരുടെ എണ്ണം വെച്ചിട്ട്. പക്ഷെ എന്ത് സംഭവിച്ചു? 3ഇടത്തും BJP ജയിച്ചു. അപ്പോഴേക്കും രാഹുൽ ഗാന്ധി സറ കുടഞ്ഞ് എഴുന്നേറ്റു, അയ്യോ സീറ്റ് ചോരി, വോട്ട് ചോരിമാരി സീറ്റ് ചോരിയായി. എടാ, ഇവരുടെ തന്നെ കഴിവുകേട് കൊണ്ട് സംഭവിച്ച, ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന്റെ കഴിവുകേട് കൊണ്ട് സംഭവിക്കുന്നത് ഇതല്ല, നിസ്സാര പ്രശ്നമാണ്. അത് വലിയ കാര്യമായിട്ട് കോൺഗ്രസ് മസിൽ പിടിച്ച അവസാനം ആ ഒരു സീറ്റ് അവർക്ക് കിട്ടാനുള്ളത് നഷ്ടപ്പെടുത്തിയതാണ്. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ 2 പേര് BJP-ക്കാർ എന്തായാലും ജയിക്കേണ്ടതായിരുന്നല്ലോ.
ഇതാ ഇപ്പോൾ മൂന്നാമത് ഈ ബി ജെ പിയുടെ MP അല്ലെങ്കിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി എങ്ങനെയാണ് ജയിച്ചത്? കോൺഗ്രസിന്റെ അവിടുത്തെ രാജ്യസഭാ സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജൻ രാഹുൽ ഗാന്ധിയുടെ വളരെ അടുത്ത ആളാണ്. തെലങ്കാനയിലെ കോൺഗ്രസിന്റെ സ്പെഷ്യൽ ഒബ്സർവറൊക്കെ ആയിരുന്നു. ആ സമയത്താണ് ഇവർ പുലിവാല് പിടിച്ചത്. തെലങ്കാനയിൽ ഒരു തിരഞ്ഞെടുപ്പ് കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ 4ാം പ്രതിയായിട്ട് ഇവർക്കെതിരെ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുള്ളതാണ്, കുറ്റപത്രമുള്ളതാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് ഇവർക്കെതിരെയുള്ള ക്രിമിനൽ പ്രൊസീഡിങ്സിൻ്റെ അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളുടെ ലിസ്റ്റ് കൊടുക്കേണ്ടതാണല്ലോ. ഇവരുടെ ഈ നോമിനേഷനും ഉൾപ്പെടെ അഫിഡവിറ്റ് കൊടുക്കേണ്ടതല്ലേ? അവർ കൊടുത്തില്ല. ഞാൻ കേട്ടത് റിട്ടേണിംഗ് ഓഫീസർ ഇവരോട് പറഞ്ഞു അതങ്ങ് കൊടുത്തേരും. ഇവർ ഞാൻ ആ കേസിൽ പ്രതിയല്ല. പക്ഷേ ഇവർ 4ാം പ്രതിയാണ്. കോടതിയിൽ നിന്ന് സമൻസ് വന്നതാണ് ഇവർക്ക്. ഇതെല്ലാം ഉള്ളത്. ഇവരിത് മറച്ചു വെച്ചിട്ട് ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് ഇവർ കൊടുത്തില്ല. ഇവർക്ക് കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പൊതുപ്രവർത്തകർക്കെതിരെ എല്ലാം കേസ് ഉള്ളതാണ് അല്ലേ? പക്ഷേ ഇവർ കൊടുത്തില്ല. കാരണം എന്താ? ഞങ്ങളാണ് ഇന്ത്യയിൽ ജനാധിപത്യം കണ്ടുപിടിച്ചത്, ഞങ്ങളാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത്, അതുകൊണ്ട് എന്ത് കൊടുക്കണം എന്ത് കൊടുക്കുന്നില്ല എന്ന് ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ പറയുന്നതാണ് നിയമം എന്നുള്ള കോൺഗ്രസിൻ്റെ സ്ഥിരമായിട്ടുള്ള ആ ഒരു അഹങ്കാരമുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഡീറ്റെയിൽസ് കൊടുക്കാതിരുന്നത്. അപ്പോൾ ഏതായാലും ഭരണാധികാരി ഇത് സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന സമയത്ത് ഇത് തള്ളി. കാരണം തെലങ്കാനയിലുള്ള ഈ തിരഞ്ഞെടുപ്പ് കേസിൽ ഇവർ 4ാം പ്രതിയാണ്. അപ്പോൾ ആ കേസിൻ്റെ ഇൻഫർമേഷൻ ഇതിനകത്ത് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തള്ളി. അപ്പോഴേക്കും സുപ്രീം കോടതിയിലേക്ക് ഓടി അഭിഷേക് മനു സിംഗ്വി, ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയാണല്ലോ. മൂപ്പര് ഹാജരായി കോടതിയിൽ ചെന്ന് പറഞ്ഞു, ജനാധിപത്യം അട്ടിമറിച്ചു, മതേതരത്വം അട്ടിമറിച്ചു, ഇത് വോട്ട് ചോരിയുടെ ഭാഗമാണ്, ഇത് സീറ്റ് ചോരിയാണ്, നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എല്ലാവരും കൂടെ നടത്തുന്ന അട്ടിമറിയാണെന്നൊക്കെ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് റോൾ? രാജ്യസഭ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്തോ ആവട്ടെ, ഏതായാലും ഇങ്ങനെയൊക്കെ അഭിഷേക് മനു സിംഗ്വി പറഞ്ഞു നോക്കി. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു, ഇവർ 4ാം പ്രതിയാണല്ലോ, ഇവർക്ക് കോടതിയിൽ നിന്ന് സമൻസ് വന്നതാണല്ലോ, 4ാം പ്രതിയാണല്ലോ, എന്നിട്ട് ഇവർ മസിൽ പിടിച്ചതൊന്നുമല്ലേ, എന്തുകൊണ്ട് ഇവർ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്? അവരുടെ നോമിനേഷനിൽ ഇത് ഉൾപ്പെടുത്തുന്നത് കൊണ്ട് എന്ത് തടസ്സം? പക്ഷേ അവർ മർക്കട മുഷ്ടി മൂലം ഇവർ മനഃപൂർവ്വം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചതല്ലേ? അങ്ങനെയാകുമ്പോൾ ഇവരുടെ ഈ നോമിനേഷൻ തള്ളിക്കളഞ്ഞ റിട്ടേണിംഗ് ഓഫീസറുടെ നടപടിയെ കോടതി ശരിവയ്ക്കുന്നു എന്ന് പറഞ്ഞ് കോടതി ഒഴിവാക്കാൻ നോക്കൂ. കോടതിയിൽ നിന്ന് സമൻസ് വന്നതാണ്. പക്ഷേ കോൺഗ്രസ് പറയുന്നത് എന്താണ്? ഇത് കോഗ്നിസൻസിൽ എടുത്തിട്ടില്ല. അതെന്താണ്? ഇതൊരു പ്രീ കോഗ്നിസൻസ് സമൻസോ അങ്ങനെ എന്തോ ഒരു സാധനമാണ്. അതായത് കോഗ്നിസൻസിൽ എടുക്കുന്നതിന് മുമ്പായിട്ട് കൊടുത്ത സമൻസ്, അങ്ങനെ ഒരു സമൻസ് ഉണ്ടോ? എന്തുമായിട്ട് കോൺഗ്രസ് പല രീതിയിലും പറഞ്ഞു നോക്കി. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മൗലികാവകാശം റദ്ദ് ചെയ്യുകയാണ് ഇവിടെ ബി.ജെ.പി. സർക്കാർ എന്നൊക്കെയാണ് അഭിഷേക് മനു സിംഗ്വി അവിടെ കോടതി പോയി പറഞ്ഞു. കോടതി പറഞ്ഞു, ഈ തിരഞ്ഞെടുപ്പ് മത്സരിക്കാനുള്ള മൗലികാവകാശമൊന്നുമല്ല, ഇത് നിയമപരമായ ഒരു അവകാശമാണ്. ഈ നിയമപരമായ എല്ലാ റിക്വയർമെൻറ്റ്സും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പറ്റൂ. അല്ലാതെ ആർക്കും ഓടി വന്ന് തിരഞ്ഞെടുപ്പ് മത്സരിക്കാനൊന്നും പറ്റില്ല. എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാവാനായിട്ട് നോമിനേഷനൊക്കെ കൊടുക്കാം. പക്ഷേ ആ നോമിനേഷൻ ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഉള്ള സ്ക്രൂട്ടിനിക്ക് വിധേയമാണ്. ആ സ്ക്രൂട്ടിനിയിൽ ഇവർ പരാജയപ്പെട്ടു. എല്ലാം കെട്ടും കിടക്കിയെടുത്ത് പൊക്കോളാൻ പറഞ്ഞു. ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി ഉയർത്തിയ ഈ വോട്ട് ചോരി പോലെ തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തിയ സീറ്റ് ചോരിയും ചീറ്റിപ്പോയി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തൊരു ഉടായ്പ, എന്തൊരു തട്ടിപ്പാന്ന്. ഇത്രയും തിരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ ജാർഖണ്ഡിൽ ഉൾപ്പെടെ പലയിടത്തും ഈ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടക്കും. അവിടെ എല്ലാം ബി.ജെ.പി. ഉൾപ്പെടെയുള്ള ആളുകളെ പാർട്ടികളെ സ്ഥാനാർത്ഥികളെല്ലാം കൃത്യമായിട്ട് നോമിനേഷൻ കൊടുത്ത് തിരഞ്ഞെടുപ്പിൽ ജയിക്കുമോ തോക്കുമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇവർക്കൊന്നുമില്ലാത്ത എന്ത് എക്സ്ട്രാ വാലാണ് ഈ കോൺഗ്രസിനുള്ളത്? കോൺഗ്രസിൻ്റെ അഹങ്കാരം. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇത് പിടിക്കാനായിട്ട് കുറേ തൊഴിലില്ലാത്ത കുറേ ഈ രാജ്യത്തെ അട്ടിമറിക്ക് നേതൃത്വം നൽകുന്ന കുറേ മീഡിയ ഉണ്ട്. ഒരു മീഡിയ സിസ്റ്റം ഉണ്ടല്ലോ. നരേന്ദ്രമോദി എന്ത് ചെയ്താലും തെറ്റ്. അതുപോലെ തന്നെ ബി.ജെ.പി. ഈ രാജ്യത്ത് ജനാധിപത്യം അട്ടിമറിക്കുന്നു, മതേതരത്വം അട്ടിമറിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന അവരിത് അനാവശ്യമായിട്ടുള്ള പ്രൊമോഷൻ ഇങ്ങനെ കൊടുക്കുന്നു. ഇങ്ങനെ പൊക്കിക്കൊണ്ട് കിടക്കാൻ ആളുള്ളത് കൊണ്ടാണ് രാഹുൽജി ഇപ്പോഴും ഭാവി പ്രധാനമന്ത്രിയായിട്ട് ഇങ്ങനെ വിലസുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടിലിരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യവും കൂടെ നിങ്ങൾ നോക്കിക്കോളൂ. രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്നതാണല്ലോ, ഈ രാജ്യത്ത് കോടതിയില്ല, നിയമമില്ല, ജനാധിപത്യമില്ല, ഇലക്ഷൻ കമ്മീഷനെ നരേന്ദ്രമോദി അമിത്ഷായും കൂടെ പിടിച്ച് വിഴുങ്ങി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. വോട്ട് ചോരി, സീറ്റ് ചോരി എന്ന് പറയുന്ന പല ചോരി ആരോപണങ്ങളും ഇങ്ങനെ ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ വോട്ട് ചോരി വിഷയത്തിൽ ഇതുവരെ സുപ്രീം കോടതിയിൽ പോകാത്തത് എന്നൊരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരൊക്കെ നുണ പറയും, ഇല്ല രാഹുൽ ഗാന്ധി സുപ്രീം കോടതി പോയതാണ്, സുപ്രീം കോടതി ആ കേസ് തള്ളിയതാണെന്നൊക്കെ വെറുതെ നുണ പറയും. രാഹുൽ ഗാന്ധി ഇതുവരെ സുപ്രീം കോടതി പോയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, വോട്ട് ചോരി വിഷയത്തിൽ രാഹുൽ ഗാന്ധി സുപ്രീം കോടതി പോയിട്ടില്ല. കാരണം എന്താണെന്ന്, സുപ്രീം കോടതി ചെന്ന് കഴിഞ്ഞാൽ നാണക്കേടാവും. സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമാണ്. സുപ്രീം കോടതി ചെന്ന് കഴിഞ്ഞാൽ സുപ്രീം കോടതി എടുത്തുകൊണ്ട് പോടാ ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും നിങ്ങൾക്ക് ഒരു തെളിവും കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഒരു വോട്ട് ചോരിയും നടക്കുന്നത് സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ ഈ തട്ടിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഈ വോട്ട് ചോരി എന്ന് പറയുന്ന മറയില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പരാജയപ്പെട്ട നേതൃത്വത്തിന് ഒരു ഡിഫൻസ് ആയിട്ട്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പരാജയപ്പെട്ട ഈ നേതൃത്വത്തിന് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ വോട്ട് ചോരിയാണ് ഈ അവസാനത്തെ കച്ചിത്തുരുമ്പ്. അതുകൂടി സുപ്രീം കോടതിയിൽ നിന്ന് എതിരായിട്ടൊരു വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ അതും പോവും. പിന്നെ കോൺഗ്രസ്സുകാർ തന്നെ പറയും, സുപ്രീം കോടതി തന്നെ പറഞ്ഞതല്ലേ, നിങ്ങൾ പിന്നെ എന്താ പറയുക, നിങ്ങളുടെ കഴിവില്ലായ്മ കൊണ്ടാണ് കോൺഗ്രസ് തോൽക്കുന്നതെന്ന് പറയും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി കോടതി പോകാത്തത്. ആ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി പലരും സുപ്രീം കോടതി പോയിട്ടുണ്ട് ഈ വോട്ട് ചോരിയുടെ കാര്യം പറഞ്ഞ്. അതെല്ലാം രാഹുൽ ഗാന്ധി തന്നെ ഇങ്ങനെ ഈ ചട്ടം കെട്ടിവിടുന്ന കോൺഗ്രസ്സുകാരായിട്ടുള്ള പല വക്കീലുമാരും സുപ്രീം കോടതി പോയിട്ടുണ്ട്, പല ലോയേഴ്സും പോയിട്ടുണ്ട്. പൊതു താല്പര്യ ഹർജി എന്നൊക്കെ പറഞ്ഞ് സമർപ്പിച്ചത് സുപ്രീം കോടതി അത് അതുപോലെ തന്നെ എടുത്ത് ചുരുട്ടിക്കൂട്ടി കൊട്ടയിൽ ഇട്ടിട്ടുമുണ്ട്. പക്ഷെ രാഹുൽ ഗാന്ധി നേരിട്ട് പോകാത്തത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സ്വന്തം ഏജന്റുമാരെ മാത്രം വിടുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം രാഹുൽ ഗാന്ധി തന്നെ പറയുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം രാഹുൽ ഗാന്ധിയുടെ തട്ടിപ്പ് കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതിയുടെ സ്ക്രൂട്ടിനിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കില്ല എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിക്ക് അറിയാം. ഞാനിതൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. ഇതിൽ ഈ ഷോർട്സ് എല്ലാം ഇടുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ ചില മ്യൂസിക്കൊക്കെ കയറ്റിയിട്ടുണ്ട്, അരോചകമാണ്. പക്ഷേ ആ മ്യൂസിക്കും ഇതിലുണ്ട്. എന്ത് ചെയ്യാം, ഇതിലുള്ളതല്ലേ എനിക്ക് കേൾപ്പിക്കാൻ സാധിക്കും. നിങ്ങൾ ഈ രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണെന്ന് കേട്ടോളൂ. सर, पिछली बार भी आपने फैक्ट्स रखे थे, चुनाव आयोग जो है अपनी बात रवि क्या देता है कि ये बेसलेस है, एलिगेशंस को सिरे से नकारता है। आज तो आपके पास सारे एविडेंसेस हैं, तो क्या आप इसमें जुडिशियल इंटरवेंशन के लिए कोर्ट जाएंगे, हरियाणा सरकार के डिसमिसल की मांग करेंगे? लुक, Supreme Court is watching. They have seen Madhepura presentation, they have seen Anand presentation, and now they have seen Haryana presentation. ये दिख रहा है सबको. കേട്ടല്ലോ, സുപ്രീം കോടതി ഞാൻ അവിടെ പ്രസന്റേഷൻ നടത്തി, ഇവിടെ പ്രസന്റേഷൻ നടത്തി. ഇങ്ങനെ ഈ രാഹുൽ ഗാന്ധിക്ക് വേറെ തൊഴിലൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ജോലിയൊന്നുമില്ല, അതുകൊണ്ട് നാട്ടുകാരെ പറ്റിക്കാനായിട്ട് ലോകം മുഴുവൻ ഓടി നടന്ന് പ്രസന്റേഷൻ നടത്തുകയാണ്. ഈ പ്രസന്റേഷൻ എല്ലാം സുപ്രീം കോടതി കാണുന്നുണ്ടല്ലോ. അവർക്കങ്ങ് സ്വമേധയ ഒരു കേസ് എടുത്താൽ എന്താണെന്നാണ് നമ്മുടെ ഭാവി പ്രധാനമന്ത്രി ചോദിക്കുന്നത്. നോക്കൂ, കയ്യിൽ തെളിവുണ്ടെങ്കിൽ സുപ്രീം കോടതി പോവല്ലേ ചെയ്യുന്നത്. അപ്പം അതായത് കയ്യിൽ ഒരു വാഴകയില്ല, ഇങ്ങനെ കയ്യിൽ ഒന്നുമില്ല. വെറുതെ ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കാനും അതുപോലെ കോൺഗ്രസിന്റെ ഈ ഭാവി പ്രധാനമന്ത്രി കസേരയിൽ ജീവിതകാലം മുഴുവൻ ഇരിക്കാനുമുള്ള വേറെ ഉടായ്പ മാത്രമാണ് എന്നുള്ള കാര്യം. കേരളത്തിലെ ചില മതേതര പുരോഗമനക്കാരുണ്ട് കേട്ടോ, അവരിപ്പോൾ എന്നെ തെറി വിളിക്കും. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. നിങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, രാഹുൽ ഗാന്ധിയുടെ കാര്യം വോട്ട് ചോരി സീറ്റ് ചോരി എന്നൊക്കെ പറയുന്നത് ഒരു തെളിവുമില്ല. അങ്ങനെ വെറുതെ ആളെ പറ്റിക്കുകയാണ്. കുറെ പൊട്ടന്മാർ ഈ രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ട് അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്, അതുകൊണ്ടുള്ള ഉടായ്പാണ്. പക്ഷേ ഇന്ത്യയിലെ പ്രബുദ്ധരായ ജനങ്ങൾ മഹാഭൂരിപക്ഷവും ഈ തട്ടിപ്പ് വെറും തട്ടിപ്പാണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ തട്ടിപ്പിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഭാവി പ്രധാനമന്ത്രിയായ രാഹുൽ ഗാന്ധിക്ക് ചാവുന്നവരെ ജീവിക്കാം, അത്രേ ഉണ്ടാവുള്ളൂ. അല്ലാതെ വേറെ ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും സംഗതി മനസ്സിലായ, രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഒരു തെളിവില്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി ചോരിക്ക് പകരം ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരെ, ജനങ്ങളോട് വേണ്ട കോൺഗ്രസ്സുകാരോടെങ്കിലും സോറി പറയുക, ചോരിയും നിർത്തിയിട്ട് ഇനി സോറി പറയുക. എന്നിട്ട് എൻ്റെ പൊന്നി ഏട്ടന്മാരെ, എന്നെക്കൊണ്ട് പറ്റുന്ന പണിയല്ല, കുറേ നാൾ നിങ്ങളെ പറ്റിച്ച് ജീവിക്കാൻ ഞാൻ നോക്കി, ഇനി എന്തായാലും ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കില്ല. നിങ്ങൾ നോക്കൂ, വടക്കേ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു, എല്ലാം ആട്ടപ്പെട്ടെല്ലാം തോൽക്കുന്നു കോൺഗ്രസ്. തെക്കേ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എങ്ങനെയാണ്? ഈ വോട്ട് ചോരിയും സീറ്റ് ചോരിയും ഒക്കെ ഉണ്ടെങ്കിൽ EVM ആകെ പ്രശ്നമാണെങ്കിൽ തെക്കേ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എങ്ങനെ ജയിക്കുന്നു? തമിഴ്നാട്ടിലും തെലങ്കാനയിലും കേരളത്തിലും ഒക്കെ കോൺഗ്രസ് ജയിച്ചുള്ളൂ, എങ്ങനെ ജയിക്കുന്നു? ഈ ചോദ്യത്തിനും രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഉത്തരം നഹി. രാഹുൽ ഗാന്ധിയുടെ കുറെ കുട്ടിക്കുരങ്ങന്മാർ നമ്മുടെ ഈ ചാനലിൽ വന്നിട്ട് നമ്മൾ തെറി വിളിക്കുന്നവരുണ്ട്, അവരുടെ കയ്യിൽ ഉത്തരം നഹി. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആവാൻ വേണ്ടി, BJPയുടെ തട്ടിപ്പ് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആവാൻ വേണ്ടി തെക്കേ ഇന്ത്യയിൽ മാത്രം ഇങ്ങനെ തോറ്റു കൊടുക്കും. BJP തമിഴ്നാട്ടിലൊക്കെ ജയിക്കാനായിട്ട് പഠിച്ച പണി 18 കഴിച്ചു നോക്കിയിട്ടാണ് ഇപ്പോൾ പരാജയപ്പെട്ടത് അല്ലേ? ഇവർ പറയുന്നത് അങ്ങനെയല്ല, റിയലിസ്റ്റിക് ആയിരിക്കാൻ വേണ്ടി തെക്കേ ഇന്ത്യ തോറ്റു കൊടുത്തിട്ട് വടക്കേ ഇന്ത്യ പിടിക്കാനുള്ള പരിപാടിയാണെന്ന് പൊട്ടന്മാർക്ക് എന്ത് വേണമെങ്കിൽ പറയാം. അത് നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. ഏതായാലും വീഡിയോ അധികം വലിച്ചു കിട്ടുന്നില്ല. താങ്ക് യു. ജയ് ഹിന്ദ്.